ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കണ്ടെന്ന് ഓർത്ത് മാമിയുടെ വീട്ടിൽ വരെ ഞങ്ങൾ പോയി. നമ്മുടെ ഓട്ടോയ്ക്ക് ചെറിയൊരു പണിയായിട്ട് വർക്ക്ഷോപ്പിലായതുകൊണ്ട് വേറൊരു ഓട്ടോയെ വിളിച്ച് ഞങ്ങൾ ടൗൺ വരെ പോയത്. ബസ് കയറി നേരെ ഞങ്ങൾ പോയത് ഇളങ്കാടിനാണ്. പോകുന്ന വഴിയെല്ലാം ഇതുപോലെ ആറും വലിയ മലയും റബ്ബർ ഒക്കെ ആയിരുന്നു. മുണ്ടക്കയത്തിട്ട് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പോകുന്ന വഴിയൊക്കെ ഒരു ഇരുണ്ട എഫക്റ്റ് ആയിരുന്നു. അങ്ങനെ കാടും മലയൊക്കെ താണ്ടി ഞങ്ങൾ സുബിയുടെ വീട്ടിലെത്തി. ഞങ്ങൾ ചെന്നപ്പോൾ മാമി പഞ്ചായത്തിൽ പോകാൻ ഒരുങ്ങി നിൽക്കുമായിരുന്നു. നമ്മുടെ ലുവാങ്കാക്ക ദേ അമ്മയുടെ കൂടെ കിടന്ന് നല്ല കളിയായിരുന്നു. ചെന്നപാടെ സുബി നമുക്ക് നല്ലൊരു ജ്യൂസൊക്കെ അടിച്ചു തന്ന് വീഡിയോ എടുക്കുന്ന കണ്ട് അവൾ ഓടി രക്ഷപ്പെടുമായിരുന്നു. ഇവിടെ വന്നാൽ പിന്നെ നമുക്ക് ലുവാനെ മതിയല്ലോ. ഉറങ്ങാൻ കിടന്ന ചെറുക്കനെ എണീപ്പിച്ച് ഞങ്ങൾ എടുത്തോണ്ട് നടക്കുക. ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മാളൂസാ. ലുവാനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് ഓടി വന്നതാ. ഓടി വന്നപ്പോഴാണ് ഞങ്ങളെ കണ്ടത്. വീട്ടിൽ കയറാതെ കുറച്ചു നേരം പുറത്ത് നിന്നിട്ട് അവളങ്ങ് തിരിച്ചുപോയി. നമ്മുടെ മാമി റോഡിൽ ഓട്ടോ നോക്കി നിൽപ്പുണ്ട് പഞ്ചായത്തിൽ പോകാൻ വേണ്ടി. പെട്ടെന്ന് അങ്ങ് മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ വെളിയിലിറങ്ങി ചുമ്മാ ഇരിക്കുമായിരുന്നു. ദേ അവള് ലുവാനെ കാണാതെ കുളിക്കാൻ പോവാ. പുറത്ത് നല്ല മഴയായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കാൻ നല്ല ഭംഗിയാണ്. ദേ ഇപ്പം അവിടെ നിന്ന് ഒരാൾ ഒളിഞ്ഞു നോക്കും. മാളൂസ് ഞങ്ങളെ കണ്ടിട്ട് വരാൻ മടിയായതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുമായിരുന്നു. നമ്മുടെ ലുവാൻ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ദേ എണീറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ചോറൂണെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇങ്ങനെ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മാളൂസിനെ ഒന്ന് സോപ്പിടാൻ വേണ്ടി കടയിൽ വിളിച്ചുകൊണ്ട് പോയി ഐസ്ക്രീം വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ഐസ്ക്രീം വാങ്ങി തരാമെന്നും പറഞ്ഞ് കൊച്ചിനെ അങ്ങോട്ട് മയക്കിയെടുത്ത് ഐസ്ക്രീം ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളൊന്ന് ആറ് കാണാൻ പോയി. നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാ ഈ ആറ്. ഈ തോട്ടം ഒന്ന് ഇറങ്ങി ചെന്ന നേരെ ആറ്റിലോട്ടാ. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ആറ്റിലൊക്കെ പോകുന്നത്. പണ്ട് ഈ ആറ് ഇങ്ങനൊന്നും അല്ലായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. ഉരുളുപൊട്ടൽ കഴിഞ്ഞ പിന്നെ ആറ് ഇങ്ങനെയൊക്കെ ആയത്. അപ്പുറത്തോട്ട് പോകാൻ ഒരു പാലമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഉരുളുപൊട്ടലെല്ലാം ഒലിച്ചുപോയി. ഞങ്ങൾ രണ്ടുപേരും താഴോട്ടിറങ്ങി. മാളൂസ് ഉള്ളതുകൊണ്ട് സുബി മേളിൽ തന്നെ നിൽക്കുമായിരുന്നു. അവൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇറക്കി. കുറച്ചു നേരം ഇങ്ങനെ ആറ്റിൽ തന്നെ ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ചു കയറിപ്പോയത്. മഴ പെയ്ത് വെള്ളമൊക്കെ കലങ്ങി കിടക്കുമായിരുന്നു. മഴ പെയ്ത് തെന്നി കിടക്കുന്നതുകൊണ്ട് ഇറങ്ങിയതിനേക്കാളും പാടായിരുന്നു തിരിച്ചു കയറാൻ വേണ്ടി. ഇവിടെ വരെ വന്നിട്ട് എങ്ങനെ ആറ് കാണാതെ പോകുന്നത്. പണ്ടൊക്കെ ഇവിടെ നിൽക്കാൻ വരുന്നതേ ആറ്റി കുളിക്കാൻ പോകണമെന്ന് ഓർത്തിട്ടാണ്. രാവിലെ ആറ്റി വന്നാൽ പിന്നെ ഉച്ചയാകെ നേരെ തിരിച്ച് വീട്ടിൽ കയറി പോകാൻ വേണ്ടി മാമി വടിയൊക്കെ എടുത്ത് ഞങ്ങളെ തല്ലാൻ വേണ്ടി ഓടിക്കും. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേന് ശൈലാമാമി നാസർ മാമച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ ലുവാനെ കാണാൻ വേണ്ടി വന്നതാ. ഇവർ വന്നപ്പോൾ നല്ല ചൂട് പരിപ്പൂടിയും പപ്സ് പോലെ തോന്നിയാലും പപ്സ് അല്ലാത്തൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേന് 5 മണിയൊക്കെ ആയായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരെ ഇറങ്ങി നിൽക്കുമ്പോഴാണ് മാളൂസ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നത്. 5:20 ഒരു ഒറ്റ ബസ് പൊന്മുഖത്തിനുണ്ടായിരുന്നു. ബസ് നോക്കി ഞങ്ങൾ എല്ലാവരും കൂടെ വീടിൻ്റെ വെളിയിൽ ഇറങ്ങി നിൽക്കുമായിരുന്നു. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് നേരെ പൊന്മുഖത്തിന് പോന്നു.